ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS പൊതുജനാരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ശ്വാസകോശം. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ശ്വാസകോശം. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? മാർച്ച് 24. ഏതു രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG? ക്ഷയരോഗം. ഏതു രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG? ക്ഷയരോഗം. മാൻടോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, ഡോട്ട്സ് ടെസ്റ്റ് എന്നിവ ഏതു രോഗം സ്ഥിരീകരിക്കാനായി നടത്തുന്നവയാണ്? ക്ഷയരോഗം. മാൻടോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ് എന്നിവ ഏതു രോഗം സ്ഥിരീകരിക്കാനായി നടത്തുന്നവയാണ്? ക്ഷയരോഗം. ഡോട്ട്സ് ചികിത്സ ഏതു രോഗം ഭേദമാക്കാൻ നടത്തുന്നതാണ്? ക്ഷയരോഗം. ഡോട്ട്സ് ചികിത്സ ഏതു രോഗം ഭേദമാക്കാൻ നടത്തുന്നതാണ്? ക്ഷയരോഗം. ഹാൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്ന പ്രാചീന രോഗമേത്? കുഷ്ഠരോഗം. ഹാൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്ന പ്രാചീന രോഗമേത്? കുഷ്ഠരോഗം. ഏറ്റവും കുറഞ്ഞ പകർച്ചാസാധ്യതയുള്ള പകർച്ചവ്യാധിയായി അറിയപ്പെടുന്നത് ഏത്? കുഷ്ഠരോഗം. ഏറ്റവും കുറഞ്ഞ പകർച്ചാസാധ്യതയുള്ള പകർച്ചവ്യാധിയായി അറിയപ്പെടുന്നത് ഏത്? കുഷ്ഠരോഗം. ലെപ്രോമിൻ, ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ ഏതു രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടവയാണ്? കുഷ്ഠരോഗം. ലെപ്രോമിൻ, ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ ഏതു രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടവയാണ്? കുഷ്ഠരോഗം. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമേത്? കുഷ്ഠരോഗം. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമേത്? കുഷ്ഠരോഗം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമേത്? ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമേത്? ക്ഷയം. കോക്ക് ഡിസീസ്, വൈറ്റ് പ്ലാഗ് എന്നിങ്ങനെയും അറിയപ്പെട്ടിരുന്ന രോഗമേത്? ക്ഷയം. കോക്ക് ഡിസീസ്, വൈറ്റ് പ്ലാഗ് എന്നിങ്ങനെയും അറിയപ്പെട്ടിരുന്ന രോഗമേത്? ക്ഷയം. വൈറസ് രോഗമായ ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകിനമേത്? ഈഡീസ് ഈജിപ്തി. വൈറസ് രോഗമായ ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകിനം ഏത്? ഈഡീസ് ഈജിപ്തി. പ്ലേറ്റ്ലേറ്റുകളുടെ എണ്ണത്തിലെ കുറവ്, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഏതു രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്? ഡെങ്കിപ്പനി. പ്ലേറ്റ്ലേറ്റുകളുടെ എണ്ണത്തിലെ കുറവ്, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഏതു രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണത്തിനായി നടത്തുന്ന പ്രധാന ടെസ്റ്റ് ഏത്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണത്തിനായി നടത്തുന്ന പ്രധാന ടെസ്റ്റ് ഏത്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷമേത്? 2018. കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷമേത്? 2018. എയ്ഡ്സിനു കാരണമാവുന്ന
രോഗാണു ഏത്? ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അഥവാ HIV. എയ്ഡ്സിനു കാരണമാവുന്ന രോഗാണു ഏത്? ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അഥവാ HIV. എയ്ഡ്സ് രോഗം താറുമാറാക്കുന്നത് ശരീരത്തിലെ ഏതു സംവിധാനത്തെയാണ്? പ്രതിരോധ സംവിധാനം. എയ്ഡ്സ് രോഗം താറുമാറാക്കുന്നത് ശരീരത്തിലെ ഏതു സംവിധാനത്തെയാണ്? പ്രതിരോധ സംവിധാനം. ഏതു രോഗത്തിൻ്റെ വൈദ്യശാസ്ത്ര നാമമാണ് നാസോഫാരിഞ്ചിറ്റിസ്? ജലദോഷം. ഏതു രോഗത്തിൻ്റെ വൈദ്യശാസ്ത്ര നാമമാണ് നാസോഫാരിഞ്ചിറ്റിസ്? ജലദോഷം. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏതു സംവിധാനത്തെയാണ്? ശ്വസന വ്യവസ്ഥയെ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏതു സംവിധാനത്തെയാണ്? ശ്വസന വ്യവസ്ഥയെ. ജലദോഷത്തിനു കാരണമായ വൈറസിനം ഏത്? റൈനോ വൈറസ്. ജലദോഷത്തിനു കാരണമായ വൈറസിനം ഏത്? റൈനോ വൈറസ്. ദക്ഷിണേന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട മാരക വൈറസ് രോഗമായ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഏതു പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത്? കുരങ്ങുപനി. ദക്ഷിണേന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട മാരക വൈറസ് രോഗമായ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഏതു പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത്? കുരങ്ങുപനി. ഇന്ത്യയിൽ ആദ്യമായി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തത് എവിടെ? കർണാടകത്തിലെ കാസനൂർ വനത്തിൽ. ഇന്ത്യയിൽ ആദ്യമായി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തത് എവിടെ? കർണാടകത്തിലെ കാസനൂർ വനത്തിൽ. കേരളത്തിലെ ആദ്യത്തെ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമേത്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. കേരളത്തിലെ ആദ്യ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമേത്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏത്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏത്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. ഡിഫ്തീരിയ രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? തൊണ്ട. ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? തൊണ്ട. വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ലോക്ക് ജാ എന്ന ലക്ഷണം കാട്ടുന്നതിനാൽ ലോക്ക് ജാ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമേത്? ടെറ്റനസ്. വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ അഥവാ ലോക്ക് ജാ എന്ന ലക്ഷണം കാട്ടുന്നതിനാൽ ലോക്ക് ജാ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമേത്? ടെറ്റനസ്. ശരീരത്തിൻ്റെ ഏതു ഭാഗങ്ങളെയാണ് ടെറ്റനസ് എന്ന ബാക്ടീരിയ രോഗം ബാധിക്കുന്നത്? സന്ധികളും പേശികളും. ശരീരത്തിൻ്റെ ഏതു ഭാഗങ്ങളെയാണ് ടെറ്റനസ് എന്ന ബാക്ടീരിയ രോഗം ബാധിക്കുന്നത്? സന്ധികളും പേശികളും. കുതിരസന്നി എന്ന് അറിയപ്പെടുന്ന രോഗമേത്? ടെറ്റനസ്. കുതിരസന്നി എന്ന് അറിയപ്പെടുന്ന രോഗമേത്? ടെറ്റനസ്. ശരീരത്തിലെ മുറിവുകളിലൂടെ രോഗാണു അകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമേത്? ടെറ്റനസ്. ശരീരത്തിലെ മുറിവുകളിലൂടെ രോഗാണു അകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമേത്? ടെറ്റനസ്. ബാക്ടീരിയ രോഗമായ ടൈഫോയിഡ് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടൽ. ബാക്ടീരിയ രോഗമായ ടൈഫോയിഡ് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടൽ. ഡയബറ്റീസ് മെലിറ്റസ് എന്ന രോഗാവസ്ഥയ്ക്കു കാരണം ഏതു ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവാണ്? ഇൻസുലിൻ. ഡയബറ്റീസ് മെലിറ്റസ് എന്ന രോഗാവസ്ഥയ്ക്കു കാരണം
ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവാണ്? ഇൻസുലിൻ. ടൈഫോയിഡ് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? വിഡാൽ ടെസ്റ്റ്. ടൈഫോയിഡ് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏത്? വിഡാൽ ടെസ്റ്റ്. മലേറിയ, ചതുപ്പുപനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമേത്? മലമ്പനി. മലേറിയ, ചതുപ്പുപനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമേത്? മലമ്പനി. മലമ്പനിക്കു കാരണമായ സൂക്ഷ്മജീവികളേവ? പ്രോട്ടോസോവ വിഭാഗത്തിലെ പ്ലാസ്മോഡിയം ജനുസിലെ പരാദങ്ങൾ. മലമ്പനിക്കു കാരണമായ സൂക്ഷ്മജീവികളേവ? പ്രോട്ടോസോവ വിഭാഗത്തിലെ പ്ലാസ്മോഡിയം ജനുസിലെ പരാദങ്ങൾ. ഏതിനം കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്? അനോഫിലസ് ഇനത്തിലുള്ള പെൺകൊതുകുകൾ. ഏതിനം കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്? അനോഫിലസ് ഇനത്തിലുള്ള പെൺകൊതുകുകൾ. ചാക്രികമായി പനി വരികയും പോവുകയും ചെയ്യുന്നതാണ് ഏതു രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്? മലമ്പനി. ചാക്രികമായി പനി വരികയും പോവുകയും ചെയ്യുന്നത് ഏതു രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്? മലമ്പനി. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏത്? അമിത രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏത്? അമിത രക്തസമ്മർദ്ദം. കേരളത്തിലെ ആരോഗ്യരംഗത്തെ രോഗീ സൗഹൃദവും ജനസൗഹൃദവുമാക്കി ആധുനീകരിക്കാനുള്ള പദ്ധതി ഏത്? ആർദ്രം മിഷൻ. കേരളത്തിലെ ആരോഗ്യരംഗത്തെ രോഗീ സൗഹൃദവും ജനസൗഹൃദവുമാക്കി ആധുനീകരിക്കാനുള്ള പദ്ധതി ഏത്? ആർദ്രം മിഷൻ. 18 വയസ്സുവരെയുള്ള കുട്ടികളിലെ ഹൃദ്രോഗത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പദ്ധതി ഏത്? ഹൃദ്യം. 18 വയസ്സുവരെയുള്ള കുട്ടികളിലെ ഹൃദ്രോഗത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏത്? ഹൃദ്യം. ജനനം മുതൽ 18 വയസ്സുവരെ കുട്ടികൾക്ക് ജീവൻ സുരക്ഷാ പ്രാധാന്യമുള്ള എല്ലാ രോഗങ്ങൾക്കും സർക്കാർ ആശുപത്രികൾ മുഖേന സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതി ഏത്? ആരോഗ്യകിരണം. ജനനം മുതൽ 18 വയസ്സുവരെ കുട്ടികൾക്ക് ജീവൻ സുരക്ഷാ പ്രാധാന്യമുള്ള എല്ലാ രോഗങ്ങൾക്കും സർക്കാർ ആശുപത്രികൾ മുഖേന സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതി ഏത്? ആരോഗ്യകിരണം. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കി വരുന്ന ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏത്? അമൃതം ആരോഗ്യം. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കി വരുന്ന ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഏത്? അമൃതം ആരോഗ്യം. പൊതുജനങ്ങളിലെ ശ്വാസകോശ സംബന്ധ രോഗമായ COPD നിർണയത്തിനുള്ള പദ്ധതി ഏത്? ശ്വാസ് പദ്ധതി. പൊതുജനങ്ങളിലെ ശ്വാസകോശ സംബന്ധ രോഗമായ COPD നിർണയത്തിനുള്ള പദ്ധതി ഏത്? ശ്വാസ് പദ്ധതി. ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന കൊഴുപ്പ്. കൊളസ്ട്രോൾ. ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന കൊഴുപ്പ്. കൊളസ്ട്രോൾ. ഒരു മനുഷ്യന് ഒരു തവണ ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ സാധാരണ അളവ് 300 മില്ലി. ഒരു മനുഷ്യന് ഒരു തവണ ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ സാധാരണ അളവ് 300 മില്ലി. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. വൃക്കയിൽ കല്ല് രോഗമുള്ളവർ വർജിക്കേണ്ടത് പാലും പാലുൽപ്പന്നങ്ങളും. വൃക്കയിൽ കല്ല് രോഗമുള്ളവർ വർജിക്കേണ്ടത് പാലും പാലുൽപ്പന്നങ്ങളും. മുടിയിലും ത്വക്കിലും നിറമില്ലാത്ത അവസ്ഥ ആൽബനിസം. മുടിയിലും ത്വക്കിലും നിറമില്ലാത്ത അവസ്ഥ ആൽബനിസം. പന്നിപ്പനിക്ക് കാരണമായ രോഗാണു
H1N1 വൈറസ്. പന്നിപ്പനിക്ക് കാരണമായ രോഗാണു H1N1 വൈറസ്. കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന കണ്ണുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവയ്ക്കുന്ന കണ്ണിലെ ഭാഗമേത്? കോർണിയ. കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന കണ്ണുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവയ്ക്കുന്ന കണ്ണിലെ ഭാഗമേത്? കോർണിയ. വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഏത് രോഗമാണ് ഹൈഡ്രോഫോബിയ അഥവാ ജലഭയരോഗം എന്നും അറിയപ്പെടുന്നത്? പേവിഷബാധ. വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഏത് രോഗമാണ് ഹൈഡ്രോഫോബിയ അഥവാ ജലഭയരോഗം എന്നും അറിയപ്പെടുന്നത്? പേവിഷബാധ. മെനഞ്ചിറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? മസ്തിഷ്കസ്തരം. മെനഞ്ചിറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? മസ്തിഷ്കസ്തരം. രക്തം കട്ടപിടിക്കാൻ കാലതാമസമുണ്ടാകുന്ന പാരമ്പര്യ രോഗമേത്? ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ കാലതാമസമുണ്ടാകുന്ന പാരമ്പര്യ രോഗമേത്? ഹീമോഫീലിയ. ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് എക്സിമ രോഗം ബാധിക്കുന്നത്? ത്വക്കിനെ. ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് എക്സിമ രോഗം ബാധിക്കുന്നത്? ത്വക്കിനെ. സ്മൃതിനാശക രോഗം എന്നും അറിയപ്പെടുന്ന രോഗമേത്? അൽഷിമേഴ്സ്. സ്മൃതിനാശക രോഗം എന്നും അറിയപ്പെടുന്ന രോഗമേത്? അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. അൽഷിമേഴ്സ് രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. ഏത് ജീവികളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ. ഏത് ജീവികളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ. ഹൈപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കരൾ. ഹൈപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കരൾ. ഏത് ബാക്ടീരിയ രോഗമാണ് വുൾ സോർട്ടേഴ്സ് ഡിസീസ് അഥവാ കമ്പിളി തരംതിരിക്കുന്നവരുടെ രോഗം എന്നറിയപ്പെടുന്നത്? ആന്ത്രാക്സ്. ഏത് ബാക്ടീരിയ രോഗമാണ് വുൾ സോർട്ടേഴ്സ് ഡിസീസ് അഥവാ കമ്പിളി തരംതിരിക്കുന്നവരുടെ രോഗം എന്നറിയപ്പെടുന്നത്? ആന്ത്രാക്സ്. ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗമാണ് ബ്ലാക്ക് ലങ് ഡിസീസ്? കൽക്കരി ഖനികളിൽ. ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗമാണ് ബ്ലാക്ക് ലങ് ഡിസീസ്? കൽക്കരി ഖനികളിൽ. പാറമടകളിൽ പണിയെടുക്കുന്നവരെ ബാധിക്കുന്ന രോഗമേത്? സിലിക്കോസിസ്. പാറമടകളിൽ പണിയെടുക്കുന്നവരെ ബാധിക്കുന്ന രോഗമേത്? സിലിക്കോസിസ്. രാജാക്കന്മാരുടെ രോഗം, ധനികന്മാരുടെ രോഗം എന്നിങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെട്ട രോഗമേത്? ഗൗട്ട് അഥവാ സന്ധിവാതം. രാജാക്കന്മാരുടെ രോഗം, ധനികന്മാരുടെ രോഗം എന്നിങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെട്ട രോഗമേത്? ഗൗട്ട് അഥവാ സന്ധിവാതം. മന്തുരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ്? ലസിക വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് സിസ്റ്റം. മന്തുരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ്? ലസിക വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് സിസ്റ്റം. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.